മറ്റന്നാൾ യമനിൽ വധശിക്ഷ നടപ്പാക്കാനിരിക്കെ നിമിഷപ്രിയയുടെ മോചനത്തിനായി തീവ്ര ശ്രമം. കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സർക്കാരിന് അറ്റോർണി ജനറൽ ഹാജരായി മറുപടി നൽകും. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും നിർണായക ഇടപെടലുമായി രംഗത്തുണ്ട്. ബൽറാം നെടുങ്ങാടിയും സമീർ C മുഹമ്മദും ആ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ആദ്യം ബൽറാമിലേക്ക്. ബൽറാം, നമ്മളുടെ ഇടപെടലുകൾ എന്താണ്, ഏതൊക്കെയോ ഘട്ടത്തിൽ ഇഴഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇഴഞ്ഞിട്ടില്ല, എല്ലാം കറക്റ്റ് സമയത്ത് നടന്നു എന്ന് പറയാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ബൽറാം, ഇനി അധിക മണിക്കൂറുകളില്ല, അവസാനവട്ടം നടക്കുന്ന ശ്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഹഷ്മി, അവസാന ഘട്ടവും നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തീവ്രമായി തന്നെ തുടരുകയാണ്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്നാണ് മോചനത്തിനുള്ള എല്ലാ സാധ്യതകളും ഈ ഘട്ടത്തിലും തേടുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനം എന്നുള്ളത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പ്രത്യേകിച്ച് നിമിഷപ്രിയയുടെ വധശിക്ഷ മറ്റന്നാൾ നടപ്പാക്കുമെന്ന റിപ്പോർട്ടുകൾ വന്ന് ദിവസങ്ങളായി എങ്കിൽ പോലും ഇതുവരെയും ഈ വിഷയത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണമോ വിശദീകരണമോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ യമന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. അതിനാവശ്യമായ നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഇന്ന് അറ്റോർണി ജനറൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കും. അത് ഈ വിവരങ്ങൾ സംബന്ധിച്ച് ഉൾപ്പെടെ ഔദ്യോഗിക സ്ഥിരീകരണം എന്ന നിലയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പമാണ് ഹർജിയിലെ ആവശ്യങ്ങൾ. നയതന്ത്ര ഇടപെടൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി ആവശ്യമാണ് എന്നും നിമിഷപ്രിയയ്ക്ക് ദയാധനം നൽകി മോചിപ്പിക്കാൻ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തയ്യാറാണ്. എന്നാൽ ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിൻ്റെ കുടുംബവുമായി ചർച്ചയ്ക്കുള്ള സൗകര്യം കേന്ദ്ര സർക്കാർ ഒരുക്കണം എന്നാണ് ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും, എന്തെല്ലാം നടപടികൾ ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ ഇന്ന് കോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിക്കും. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള നടപടികൾ ഈ വിഷയത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് കോടതിയുടെ തീരുമാനം എന്നുള്ളത്. ഒപ്പം തന്നെ മറ്റ് മാർഗങ്ങളിലുള്ള ശ്രമങ്ങളും നിമിഷപ്രിയയുടെ മോചനത്തിനായി തുടരുകയാണ്. ഹഷ്മി, ഓക്കെ. ബൽറാം നെടുങ്ങാടി ഡൽഹി കേന്ദ്രത്തിൽ നടക്കുന്ന നീക്കങ്ങളുടെ വിവരങ്ങൾ നൽകുന്നു. അപ്പോൾ പലതരത്തിലുള്ള നീക്കങ്ങൾ പല വഴിക്ക് നടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ തന്നെയാണ്. ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ സഹോദരനുമായി അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. പല തലത്തിൽ തീവ്രമായ ശ്രമങ്ങൾ ആ കൊലക്കേർ ഒഴിവാക്കാൻ നടക്കുന്നുണ്ട്. നമുക്ക് കോഴിക്കോട്ടേക്കും സമീറിലേക്കും മൊത്തം ഈ കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഏത് വഴിക്കാണ് എന്നറിയാൻ വേണ്ടിയാണ്.